ആധാർ കാർഡും പാസ്പോർട്ടും വോട്ടർ ID കാർഡുമൊന്നും പൗരത്വ രേഖയായി അംഗീകരിക്കാത്ത രാജ്യത്ത് പൗരത്വം നിലനിർത്താൻ പൊരുതേണ്ട സാഹചര്യമാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം പറഞ്ഞു. മുക്കത്ത് DYFI ജില്ലാ സമ്മേളനത്തിന്റെ പൊതുയോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനം കൊണ്ട് പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും ആധാർ കാർഡും തെരഞ്ഞെടുപ്പ് ID കാർഡും പൗരത്വ രേഖയായി പരിഗണിക്കാത്ത രാജ്യത്ത് ഇന്ത്യൻ പൗരനായി ജീവിക്കാൻ പൊരുതി നിൽക്കേണ്ട സ്ഥിതിയാണെന്നും A. റഹീം MP പറഞ്ഞു. ഭാരതാംബയ്ക്ക് നോവുമെന്ന് പറഞ്ഞ് ചെരുപ്പിടാതെ നടന്ന സംഘപരിവാറുകാർ അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയെ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ A. റഹീം MP. എന്താണ് സംഘപരിവാരത്തിന്റെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി? എന്താണ് അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വം? ഞാൻ ചോദിക്കുന്നു, എന്താണ് BJPയുടെ രാഷ്ട്രീയ വ്യക്തിത്വം? പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ RSSകാർ കാലി ചെരുപ്പിടില്ല. എന്താ ചേട്ടാ ചെരുപ്പിടാത്തത്? ഭാരതാംബയ്ക്ക് നോവും, അതുകൊണ്ടാണ് ചെരുപ്പിടാത്തത്. ഇപ്പൊ ഭാരതാംബനെ അദാനിക്ക് അംബാനിക്ക് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് തൂക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ രാഷ്ട്രീയ വ്യക്തിത്വം എന്ത്? നിങ്ങൾ പറഞ്ഞു സ്വദേശി ഭാരതീയത. എവിടെ? വിശ്വാസമാണ്, ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ്. എന്താണ്? ഇന്ത്യ ഇന്ന് ആധുനിക അടിമക്കമ്പോളമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആധുനിക അടിമക്കമ്പോളം, ആധുനിക അടിമത്വത്തിന്റെ ദുരന്തപൂർണമായ കാഴ്ചകൾ കാണുന്നു. എവിടെ? സംഘപരിവാർ. ഈ രാജ്യത്തിന് പുറത്തുള്ളവർ, പരദേശികൾക്കെതിരെ, ഈ രാജ്യത്തിന് പുറത്തുള്ളവർക്കെതിരെ നിങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. പാശ്ചാത്യ സംസ്കാരത്തിനെതിരായ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയുടെ പുറത്തുള്ള കമ്പനികൾ സർവ്വ മേഖലയെയും കൊള്ളയടിക്കുന്നു, കരസ്ഥമാക്കുന്നു. ഇന്ത്യയുടെ ബാങ്കിംഗ് സെക്ടർ, ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖല, നമ്മുടെ രാജ്യത്തിന്റെ സർവ്വ വിപണികൾ, കാർഷിക മേഖല, സകലതും കൊണ്ട്. ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ നെഹ്റുവിന്റെ മതനിരപേക്ഷ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം കൂടിയാണ് വീണതെന്നും നെഹ്റുവിനെ ആദ്യം തിരസ്കരിച്ചത് കോൺഗ്രസുകാർ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയും പ്രവാസി പെൻഷനും നിർത്തലാക്കി. കിഫ്ബി പദ്ധതിയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് കേരള ജനതയ്ക്ക് ആശങ്കയുണ്ടെന്നും PM ശ്രീയിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടെന്ന് പറയുന്ന സർക്കാർ PMAY പദ്ധതിയിൽ LDF നയം സ്വീകരിക്കാത്ത എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസിന്റെ ആളുകളെല്ലാം തിരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങാൻ, സീറ്റ് കിട്ടിയാൽ ജയിച്ചാൽ പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിയുമാകാൻ ആദ്യം പോകുന്നത്, പറക്കുന്നത് AICC പ്രസിഡന്റിന്റെ അടുത്തേക്കാണ്, കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ അടുത്തേക്കാണ്, മല്ലികാർജുൻ ഖാർഗെയുടെ അടുത്തേക്കാണ്, സോണിയ ഗാന്ധിയുടെ അടുത്തേക്കാണ്, KC വേണുഗോപാലിന്റെ അടുത്തേക്കാണ്. രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പറഞ്ഞു മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ. KC വേണുഗോപാൽ അവിടെ തന്നെ. ബാക്കി എല്ലാവരും കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ പോയി. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി VD സതീശൻ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ കാണാം. അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ പോയി കണ്ട് കരാർ ഉറപ്പിച്ച അയാള് 1-ാം നമ്പർ കാറിപ്പോയി. ഇതാണ് വ്യത്യാസം. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നഗ്നമായി ഇങ്ങനെ അഴിമതി നടത്താൻ, ഇങ്ങനെ കുത്തഴിഞ്ഞൊരു ഭരണം നയിക്കാൻ ബക്കാടിയുടെ ഡീലുറപ്പിക്കുമ്പോൾ, ബക്കാടിയുടെ ഫയലുകൾ ശരവേലത്തിൽ വീഴുമ്പോൾ ഈ കേരളത്തിൽ എവിടെ എക്സൈസ് വകുപ്പ് മന്ത്രി? PC ജംഗ്ഷനിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം തയ്യാറാക്കിയ TP ദാസൻ നഗറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ DYFI ജില്ലാ പ്രസിഡന്റ് K. അരുൺ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജെയ്ക് C. തോമസ്, സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, ജില്ലാ സെക്രട്ടറി LG ലിജീഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PC ഷൈജു, KM സച്ചിൻ ദേവ്, KM നീനു, സംഘാടക സമിതി ചെയർമാൻ T. വിശ്വനാഥൻ, കൺവീനർ ദിബു പ്രേംനാഥ്, VK വിനോദ്, ബ്ലോക്ക് സെക്രട്ടറി AP ജാഫർ ഷെരീഫ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.